ഈ നിലയ്ക്ക് കാരണം കാര്യങ്ങൾ എത്തിക്കാനുള്ള താല്പര്യം ഗവൺമെൻറ് തന്നെയാണ്. പ്രധാനമായിട്ടും ഞാൻ പറയാം, കേരളത്തിലെ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥ ശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാരാണ്. ഒന്ന് ഡോക്ടർ KM എബ്രഹാം, അദ്ദേഹം ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ്. മറ്റൊന്ന് ശ്രീ ടോം ജോസഫ്. ഈ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് എനിക്ക് ഞാൻ KM എബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് മാതൃഭൂമിയിലായാലും കേരളത്തിലെ എല്ലാ പത്രങ്ങളിലുമൊക്കെ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെയും അന്നത്തെ പ്രതിപക്ഷം ഉന്നയിച്ചത് ധനകാര്യ വകുപ്പിനെക്കുറിച്ച്, ധനകാര്യ മന്ത്രിയെക്കുറിച്ചായിരുന്നു. അന്ന് ധനകാര്യ മന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്ത സെക്രട്ടറി ആയിരുന്നു ശ്രീ എബ്രഹാം. പക്ഷേ ആരും അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഒരു സംശയത്തിൻ്റെ മുന നീണ്ടില്ല. എന്ന് വെച്ചാൽ അത്രമാത്രം മിടുക്കനായ ക്രെഡിബിലിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാലാകാലങ്ങളിൽ വന്ന എല്ലാ LDF ആയാലും UDF ആയാലും ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം അതുതന്നെയാണ്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് എന്നോടൊപ്പം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കെല്ലാം വളരെ മെച്ചപ്പെട്ട അഭിപ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ ജേക്കബ് തോമസ് എന്ന് പറയുന്നത് ഇവിടെ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു വിപ്ലവകാരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ആ പ്രതീകത്തിൻ്റെ ഓപ്പോസിറ്റ് നിർത്തേണ്ട ഒരാളല്ല എബ്രഹാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അഴിമതിക്കെതിരെ പോരാടുന്നതിനോ അന്വേഷണം നടത്തുന്നതിനോ ആരും എതിരല്ല. ഇവിടെ വിജിലൻസ് ഇപ്പോൾ പുതിയതായിട്ടും പൊട്ടിമുളച്ച ഒരു സംഭവമൊന്നുമല്ല. 1964 ശേഷം പിന്നെ വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും പലരെയും കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ജേക്കബ് തോമസ് ഇപ്പോൾ ഇവിടെ നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ബൈബിൾ വചനം തന്നെ, അതായത് യേശുദേവൻ പറയുന്നുണ്ടല്ലോ, സ്വന്തം കണ്ണിലെ പിന്നെ ഈ കോലെടുത്തിട്ട് വേണം അന്യന്റെ കണ്ണിലേക്ക് കരട്. ഇപ്പോൾ ഇവിടെ ജേക്കബ് തോമസ് തന്നെ ആരോപണ വിധേയനാണ്. ആ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തെ മൊത്തത്തിൽ ഇങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രീ എ സജീവനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ എ സജീവൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉള്ളത് ജേക്കബ് തോമസിനെതിരെയാണ് എന്നതാണ് ഏറ്റവും കൗതുകകരമായ അവസ്ഥ. അദ്ദേഹം സജീവമായി ഈ അഴിമതിക്കാർക്കെതിരെയുള്ള അന്വേഷണം ആരംഭിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം അഴിമതിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടത്തുന്നയാളാണ് എന്ന് വ്യാപകമായി എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. പക്ഷേ അതിനുശേഷമാണ് ഒന്നൊന്നായി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. ആരാണ് ജേക്കബ് തോമസിനെ വളഞ്ഞു പിടിക്കുന്നത്? വളരെ വ്യക്തമാണല്ലോ. ജേക്കബ് തോമസിനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്ന് നമ്മൾ സ്ഥാപിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹം ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായിട്ടും നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ജേക്കബ് തോമസിനെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ UDFൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. അന്നൊന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാതിരുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജേക്കബ് തോമസ് പല നടപടികളിലേക്കും പോകുന്നു. നേരത്തെ പന്തളം സുധാകരൻ പറഞ്ഞ പോലെ 1964 മുതൽ വിജിലൻസ് വളരെ ജാഗ്രതയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ പ്രവർത്തിക്കുന്നുണ്ടോ പറയുന്നത് ശരിയാണോ എന്നുള്ള കാര്യം പന്തളം സുധാകരനും അറിയാം, നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ശങ്കർ റെഡ്ഡിയുടെ ഇടപാടുകളെക്കുറിച്ച്, ശങ്കർ റെഡ്ഡി സുകേശൻ നടത്തിയ അന്വേഷണത്തിൽ ഇടപെട്ടതിനെക്കുറിച്ച് കോടതി പറഞ്ഞല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ ജേക്കബ് തോമസ് വളരെ കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ട കോടതിയാണ്. കോടതി നിർദ്ദേശിച്ച കേസുകളാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ ടോം ജോസിൻ്റെ കാര്യത്തിലാണെങ്കിലും അബ്രഹാമിൻ്റെ കാര്യത്തിലാണെങ്കിലും കോടതിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതി അബ്രഹാമിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നവംബർ 7 റിപ്പോർട്ട് കൊടുക്കണം. അത് അന്വേഷിക്കാൻ പോയിട്ടുള്ളത് വിജിലൻസ് ഡയറക്ടറല്ല, വിജിലൻസ് SP ആണ്. വിജിലൻസ് SP പോയിട്ട് അളവെടുക്കുകയോ പരിശോധന നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ അദ്ദേഹം റിപ്പോർട്ട് എഴുതും. അത് ആ രീതിയിൽ നടക്കട്ടെ. അവിടെ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്. ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥൻ നടത്തിയ രീതിയിൽ വ്യത്യാസമുണ്ടൊക്കെ കോടതിയിൽ പറയാം. ഇവിടെ ഇപ്പോൾ ശങ്കർ റെഡ്ഡിയുടെ പ്രശ്നമാണെങ്കിലും ശങ്കർ റെഡ്ഡിക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കത്ത് തന്നെ വളരെ മറ്റാൾ നവാസ് പറഞ്ഞ പോലെ ഞാനങ്ങനെ പറയുന്നില്ല. പക്ഷേ അതൊരു വളരെ ഓക്വേർഡായിട്ടൊരു കാര്യമുണ്ട്. അതിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? കത്ത് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും വിജിലൻസ് ഡയറക്ടർക്കാണ്. അതിൽ പറയുന്നു വിജിലൻസിലെ ഉന്നതൻ, വിജിലൻസിൽ ആകെ പറയാവുന്ന ഒന്ന് ഡയറക്ടറാണ് ഉന്നതൻ, രണ്ടാമതുള്ളത് അഡീഷണൽ ഡയറക്ടറാണ്. ഇതിൽ ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അത് വ്യക്തമാക്കാമല്ലോ അദ്ദേഹത്തിന്. വിജിലൻസിലെ ഇന്നയാൾ ഒരു കള്ളക്കളി നടത്തുന്നുണ്ട്, അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഈ അന്വേഷണം ഈ നിലയ്ക്കാണ് പുരോഗമിക്കുന്നത് എന്നും തനിക്കെതിരെ ഒരു ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നുമുള്ള
ശങ്കർ റെഡ്ഡിയുടെ ആരോപണം അല്ലെങ്കിൽ ശങ്കർ റെഡ്ഡിയുടെ നീരസം അത് അറിയിക്കാനും നാട്ടുകാരെ അറിയിക്കാനും വേണ്ടി മാത്രമാണ് എന്നുകൂടി കരുതിക്കൂടെ? ഹർഷൻ പറഞ്ഞത് ശരിയാണ്. നാട്ടുകാരെ അറിയിക്കാനാണുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ബിജു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇത് ശങ്കർ റെഡ്ഡിക്ക് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടൊരു ഒരു പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ തന്നെ ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹത്തിന് കോടതിയിൽ പോകാവുന്നതാണ്. കോടതിയിൽ പോയിട്ട് പറയാം, ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ, അത് നമുക്ക് ജേക്കബ് തോമസ് തന്നെ വയ്ക്കാം, ജേക്കബ് തോമസ് ഇതാ ഇവിടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പായിച്ചറ നവാസുമായിട്ട് കൂട്ടുചേർന്നിട്ട് കള്ളക്കളി നടത്തുന്നു, ഇത് തടയണമെന്ന് കോടതിയിൽ പറയാം, വിജിലൻസ് കോടതിയിൽ പറയാവുന്നതാണ്. അത് പറയാതെ അദ്ദേഹം ജേക്കബ് തോമസിന് കത്ത് കൊടുക്കുന്നത് ആർക്കാണ്? അത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇത് നാട്ടുകാരെ അറിയിക്കൽ മാത്രമാണ് ലക്ഷ്യം. നാട്ടുകാരെ അറിയിക്കൽ മാത്രമാണ് ലക്ഷ്യമെന്ന് നമുക്കൊക്കെ ബോധ്യമാവുന്നത് നമ്മളിപ്പോൾ ചർച്ച നടത്തുന്ന പോലെ ഇതിൻ്റെ പേരിലാണ്. അപ്പോൾ ജേക്കബ് തോമസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് തെളിയിക്കേണ്ട കാര്യമാണ്. ജേക്കബ് തോമസ് ഈ തുറമുഖ വകുപ്പിലാണെങ്കിലും മറ്റും വല്ല വെട്ടിപ്പും നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താവുന്ന പേജിയുടെ റിപ്പോർട്ട് തന്നെയുണ്ട്. അതിൽ സർക്കാരിന് നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ്. അദ്ദേഹം സർക്കാരിന് നഷ്ടമുണ്ടാക്കാൻ പല കാരണം AG റിപ്പോർട്ടുകളിൽ ഇത്തരത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് കണക്കുകൾ വെച്ചാണ് പറയുക. ഈ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ ലക്ഷങ്ങളുടെയോ കോടികളുടെയോ ആയിട്ട് നഷ്ടമാണെങ്കിൽ ആ നഷ്ടം ജേക്കബ് തോമസിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടോ, അതങ്ങനെ ഒരു പരാതി ഉണ്ടാവുകയും അന്വേഷിക്കുകയും അദ്ദേഹത്തിന് കുറ്റക്കാരനാണ് നടപടിയെടുക്കുകയും ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു നടപടി വരുന്നതുവരെ ജേക്കബ് തോമസിനെ പോച്ച് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുക. അപ്പോൾ അബ്രഹാമിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, KM അബ്രഹാമുമായിട്ട് എനിക്കൊരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പരിശോധന നടത്തി ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു, ജേക്കബ് തോമസ് പറയുന്നു. അപ്പോഴാണ് കാര്യങ്ങൾ കുറേ കൂടി പുറത്തു വരുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ജേക്കബ് തോമസ് ആണ് നടത്തിയതെന്നുള്ള കാര്യം കഴിഞ്ഞ ചർച്ചകൾ മുഴുവൻ ഈ കോൺഗ്രസ്സുകാരൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ജേക്കബ് തോമസ് പറഞ്ഞിട്ടാണ് അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് പോയത് എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുക. പക്ഷേ അതിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്, ഇതുവരെ വന്ന വാർത്ത അനുസരിച്ച് ആരാണ് അതിന് നിർദ്ദേശം നൽകിയതെന്നൊരു വ്യക്തതയില്ല എന്ന സ്ഥിതി കൂടിയുണ്ട്. കാരണം SP കൈമലർത്തുകയാണ്, ADGP കൈമലർത്തുകയാണ്. ഇപ്പോൾ ഡയറക്ടർക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. SP മുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതാണ് ഇതുവരെയുള്ള അറിവ്. അങ്ങനെ നോക്കിയാൽ എല്ലാവരും കൈമലർത്തുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാൻ പാടില്ലല്ലോ. ഹർഷൻ ഇതിൽ വളരെ SPക്ക് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ആണല്ലോ, അദ്ദേഹമാണ് തെളിവ് ശേഖരിക്കാൻ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്ത് കൈമലർത്തുന്നത്? അദ്ദേഹത്തിന് പറയാൻ വേണ്ടത് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുള്ള ജേക്കബ് തോമസ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. കോടതിയിലാണ് പറയേണ്ടത്. അത് കോടതി അങ്ങനെയാണ് കോടതി ഇത് അന്വേഷിച്ചിട്ട് ജേക്കബ് തോമസിനെ നടപടി. തീർച്ചയായും എന്തായാലും ആ കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അത് പുറത്തു വന്നതിന് ശേഷം കൂടുതൽ വ്യക്തത ഉണ്ടാകും. എന്തായാലും ജേക്കബ് തോമസ് ആ വിഷയം അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ P. ബിജു, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ ജേക്കബ് തോമസിനെതിരായ ആരോപണം ഉയർന്നു വരുന്ന കാലം ഏതാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം. കാരണം ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ അക്കൗണ്ട് ജനറലിൻ്റെ ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്തയാണ് നമ്മൾ ആദ്യം കണ്ടത്. ആ വിവരം പുറത്തു വരുന്നത് ഈ ഘട്ടത്തിലാണെങ്കിലും ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പുറത്തു വരുന്നത് ഇപ്പോഴാണെങ്കിലും അത് ജനറേറ്റ് ചെയ്തത് 2016 എൻക്വയറി നടന്നിട്ടുള്ള അതല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടന്നിട്ടുള്ളത് 2014 2016 മാർച്ചിലാണത്. ആ വാർത്ത ഇപ്പോൾ വളരെ കൃത്യമായി പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലൊരു ആസൂത്രണമുണ്ട് എന്ന് സംശയിക്കാവുന്ന സ്ഥിതിയുണ്ടോ എന്നാണ്. വാർത്തകളൊന്നും ഏശാൻ പോകുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണ് ഈ തെറ്റായ വാർത്തകൾ ഇങ്ങനെ വരുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അല്ല, അതൊരു തെറ്റായ വാർത്ത എന്ന് പറയാനും കഴിയില്ല. ജേക്കബ് തോമസിനെതിരായ ആരോപണമാണ്. അല്ല, ആരോപണമാണെങ്കിൽ അന്വേഷിക്കേണ്ടത്, അതിന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ സമീപിക്കുകയല്ലേ വേണ്ടത്. ഇത് ചുമ്മാ പത്രത്തിൽ ഇങ്ങനെ 2013 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 2014 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വന്നോട്ടെ, അത് വരുന്നതിലൊന്നും ആർക്കും ആരോപണമല്ല. ധനകാര്യ വകുപ്പിന്റെ ഔദ്യോഗിക റിപ്പോർട്ടാണ്, ഗവൺമെന്റ് റിപ്പോർട്ടാണ്. അതിനെ സംബന്ധിച്ച് എൻക്വയറി നടത്തരുതെന്ന് ജേക്കബ് തോമസ് പറഞ്ഞിട്ടില്ല, ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. അതിനകത്ത് കോടതിയിൽ അത് നിയമപരമായിട്ട് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കട്ടെ. അതല്ലല്ലോ, അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നമെന്ന് വെച്ചാൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷേപം വരുന്നു. ഇവർ പറയുന്നതനുസരിച്ചാണ് ഇവിടെ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഇമ്മ്യൂണിറ്റിയും നമ്മുടെ നിയമവ്യവസ്ഥ നൽകുന്നില്ല. ആരെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അവകാശം വിജിലൻസിനുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ടോം ജോസിനെതിരെ എന്തൊക്കെ വാർത്തയുണ്ട്. 2013 ഇവരുടെ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ.
ഇതിനകത്ത് മറ്റേ വസ്തു വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ അതും ആ കാലത്ത് അതുപോലെ ഒരു ഉദ്യോഗസ്ഥ തർക്കത്തിന് വഴി വെച്ചത്. ഉദ്യോഗസ്ഥ തർക്കം മാത്രമല്ല, ഞാൻ ഏത് ചാനലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ചാനൽ വിറ്റു എന്ന് പറയുന്നതിൻ്റെ ആൾ അയാൾക്ക് ഒരു സെന്റ് ഭൂമിയില്ല, ഏത് ചാനലാണെന്ന് എനിക്കറിയില്ല. അതുപോലെ വാർത്ത കൊണ്ടുവന്നു. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം എന്താണ്? ഒരു ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ IPS ആയിക്കോട്ടെ IAS ആയിക്കോട്ടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാൾക്കും ഇമ്മ്യൂണിറ്റി ഇല്ല. ഒരാക്ഷേപം വന്നാൽ അന്വേഷിക്കുക എന്നുള്ളതാണ് വിജിലൻസിൻ്റെ ജോലി. ഇവർ ഭരിച്ചിരുന്ന സമയത്ത് പോലെ അല്ല. ഇവർ പറഞ്ഞു പണ്ടേ വിജിലൻസ് ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് വിൻസെൻ്റ് പോൾ രാജിവെച്ച് ഇയാൾ ശങ്കർ റെഡ്ഡി വിജിലൻസ് ഡയറക്ടറാവുന്നത്? എന്തിനാണ് വിൻസെൻ്റ് പോൾ രാജിവെച്ചത്? ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിലാണ്. അദ്ദേഹം ലീവ് എടുത്ത് പോവുകയായിരുന്നു. ഇവർ UDF ഭരിച്ചിരുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ ഇവർ വിജിലൻസിന്